അർജുൻ അശോകൻ, അനശ്വര രാജൻ, ബാലു വർഗീസ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ഇന്ന് സ്വന്തം പുണ്യാളൻ അത് പ്രേക്ഷകർക്ക് ഒരു ഫൺ റൈഡ് സമ്മാനിക്കുന്ന ഒരു ചിത്രമാണ്. കോമഡി ട്രാക്കിനൊപ്പം സംഘർഷഭരിതമായ ട്വിസ്റ്റുകളും ഒളിപ്പിച്ച ത്രില്ലർ സ്വഭാവത്തിലാണ് ചിത്രത്തിൻ്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. അതിനാൽ തന്നെ ആ സസ്പെൻസ് ഓരോന്നായി പൊളിച്ച് ചിത്രം അവസാനിക്കുമ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന പ്രേക്ഷകനോടുള്ള ഗ്യാരണ്ടി നൽകുക തന്നെ ചെയ്യുന്നുണ്ട്. പുതുമുഖ സംവിധാനായ മഹേഷ് മധു ഗംഭീരമായ ട്വിസ്റ്റുകളുമായി പ്രേക്ഷകനെ രസിപ്പിക്കുന്ന തിരക്കഥയാണ് സാംജി എം ആൻ്റണി ഒരുക്കിയിരിക്കുന്നത്. അനശ്വര രാജൻ അവതരിപ്പിച്ച റോള് വ്യത്യസ്തമായ ഒരു ഗ്രാഫോടുകൂടിയാണ് സംവിധായകനും തിരക്കഥാകൃത്തും ചിത്രത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പ്രേക്ഷകനെ ഞെട്ടിക്കുന്ന ഒരു ട്വിസ്റ്റും ഈ കഥാപാത്രത്തിന് ഉണ്ട്. ദൈവവിളി കൊണ്ടല്ല, അമ്മയുടെ നേർച്ച കൊണ്ട് വേണ്ടി വന്ന ആളാണ് കിഴക്കേ പൊട്ടൻകുഴിയിൽ തോമസ് ചാക്ക, അതായത് നമ്മുടെ ബാലു വർഗീസ്. 7 പെൺകുട്ടികൾക്ക് ശേഷം ജനിച്ച ആൺകുട്ടിയെ കർത്താവിന് സമർപ്പിക്കുകയായിരുന്നു പ്രമാണിയായ കിഴക്കേ പൊട്ടൻകുഴിയിൽ ചാക്കോയും ഭാര്യയും. അച്ഛൻ പട്ടത്തിന് പോവാതിരിക്കാൻ കുട്ടിക്കാലത്ത് തോമസ് പഠിച്ച പണി 18 നോക്കുന്നുണ്ട്, പക്ഷേ ഒന്നും ബലം കാണുന്നില്ല. അല്പം മുരടനും പരുക്കനുമായ ഒരു പള്ളിയിലച്ഛന് കീഴിൽ കൊച്ചച്ഛനായി സേവനം അനുഷ്ഠിക്കുകയാണ് ഫാദർ തോമസ്. ഇഷ്ടമില്ലാത്ത ജീവിതം തിരഞ്ഞെടുക്കേണ്ടി വന്നതിലുള്ള അതൃപ്തി ഫാദർ തോമസിൽ പ്രകടമാണ്. ഒരു രാത്രി ഫാദർ തോമസിന് തൻ്റെ മുറിയിൽ ഒരു പെൺകുട്ടിക്ക് അഭയം കൊടുക്കേണ്ടി വരുന്നു. പള്ളിയിലച്ഛൻ്റെ മുറിയിൽ ഒരു പെൺകുട്ടിയെ ആരെങ്കിലും കണ്ടാലും ഉണ്ടാകുന്ന മാനക്കേടും വരും വരാകളും ഓർത്ത് നല്ല പേടി ഉണ്ടെങ്കിലും ആ പെൺകുട്ടി അതോടെ അച്ഛൻ്റെ ഉത്തരവാദിത്തമായി മാറുകയാണ്. ഇറക്കി വിടാനും വയ്യ, ഇനി എന്ത് എന്നോർത്തിട്ട് ഒരു സമാധാനവുമില്ല. കുരുക്കിൽപ്പെട്ട് ഉഴറുന്ന ഫാദർ തോമസിൻ്റെ അങ്കലാപ്പോലാണ് കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്രതീക്ഷിതമായി മറ്റൊരാൾ കൂടി സങ്കീർണമായ ഈ സിറ്റുവേഷനിലേക്ക് എത്തുന്നതോടെ കടലിനും ചെകുത്താനും ഇടയിൽപ്പെട്ട ഒരു അവസ്ഥ പോലെ ആവുകയാണ് ഫാദർ തോമസ്. ഫാദർ തോമസിനെ ഏറ്റവും കൺവീൻസിംഗ് ആയി തന്നെ ബാലു വർഗീസ് ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അനശ്വര രാജനും അർജുൻ അശോകനുമാണ് ചിത്രത്തിലെ മറ്റു 2 പ്രധാന കഥാപാത്രങ്ങൾ. മാനറിസം കൊണ്ടും കഥാപാത്രത്തിൻ്റെ സ്വഭാവം കൊണ്ടുമെല്ലാം ഇരുവരും ഇതുവരെ ചെയ്ത കഥാപാത്രത്തിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് ഈ ചിത്രത്തിലെ വേഷം. ബോഡി ലാംഗ്വേജിൽ അർജുൻ കൊണ്ടുവന്ന മാറ്റങ്ങളും എനർജറ്റിക് പെർഫോമൻസുമാണ് രണ്ടാം പകുതിയിലെ രംഗങ്ങളെ എലിവേറ്റ് ചെയ്യുന്നത്. അനശ്വരയും മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചിരിക്കുന്നു. രഞ്ജി പണിക്കർ, ബൈജു, അൽത്താഫ്, അഷറഫ്, മീനരാജ് പള്ളുരുത്തി, വിനീത് വിശ്വം എന്നിവർ ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ. സിറ്റുവേഷൻ കോമഡികളും ട്വിസ്റ്റുകളുമൊക്കെയായി ഒരു ഡീസൻറ്റ് കാഴ്ചാനുഭവം സമ്മാനിക്കുകയാണ് എന്ന് സ്വന്തം പുണ്യാളൻ. എന്നാൽ സസ്പെൻസ് നിറഞ്ഞ സാഹചര്യങ്ങളിൽ വേണ്ടത്ര ഒരു പിരിമുറുക്കം സൃഷ്ടിക്കാൻ സംവിധായകൻ സാധിക്കുന്നില്ല എന്നത് ഒരു പ്രധാന പോരായ്മയായി നമുക്ക് തോന്നാമെങ്കിലും മിസ്റ്ററിയുടെ ചുരുളുകൾ എല്ലാം അഴിക്കുന്ന തെറ്റില്ലാത്ത ക്ലൈമാക്സോടെയാണ് ചിത്രം അവസാനിക്കുന്നത്. മഹേഷ് മധു ആണ് ചിത്രത്തിൻ്റെ സംവിധായകൻ. ട്രൂത്ത് സീക്കേഴ്സ് പ്രൊഡക്ഷൻസ് ഹൗസിൻ്റെ ബാനറിൽ ലിഗോ ജോൺ ആണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. അല്പം കോമഡിയും അല്പം ഫണ്ണുമൊക്കെയായി പ്രേക്ഷകരെ രസിപ്പിക്കുന്ന ഒരു ചിത്രം ആണ് എന്ന് സ്വന്തം പുണ്യാളൻ.